എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഇറങ്ങിയ മുതൽക്കേ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഈ ഒരു 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മെമ്പറാവാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച ആളല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു അതിനനുസരിച്ച് മെമ്പറാവുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഏത് വിഷയങ്ങളിലും ഞാൻ ഇടപെട്ട് ചെയ്യാറുണ്ട്. UDF പാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. 20+ സീറ്റുകളാണ് ഇപ്രാവശ്യം UDF ജയിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് വേണമെങ്കിൽ ജയിക്കുന്ന സീറ്റുകൾ പറഞ്ഞു തരപ്പോൾ എനിക്ക് കഴിയും. ഇരുപത്താറ് സീറ്റ് ജയിക്കുന്നതാണ് എതിർകക്ഷിയൊക്കെ പറയുന്നത്. നിങ്ങൾ അവരോട് സ്വകാര്യമായിട്ട് ഒരു 26 സീറ്റ് അവർ ജയിക്കുന്ന സീറ്റെന്ന് നിങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ജനങ്ങളൊക്കെ കൃത്യമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം നമ്മളിതിങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തണമെന്നല്ലാണ്ട് ജനങ്ങളൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയം. 4-5 ആളാണ് ഈ വാർഡിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളെ കൂട്ടി സ്കോഡുണ്ടാക്കാൻ ഇതിനേക്കാളും നമുക്ക് കഴിയും. മനസ്സിലായിട്ടുണ്ട്. ഹരിതസേനക്കാരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക, ആ ജാതിയിലൊന്നും സ്കോഡ് കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിൽ തട്ടി ഇതിന് ഇറങ്ങുന്നവരെ മാത്രമേ നമ്മൾ കൊണ്ടു നടക്കാറുള്ളൂ. ചെർപ്പശ്ശേരി നഗരസഭയിലെ 9-ാം വാർഡ് കരുമാനാംകുറിശി പിടിച്ചെടുക്കാൻ വേണ്ടി UDF നിയോഗിച്ചിട്ടുള്ള ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് P. രാംകുമാർ. അദ്ദേഹം നമുക്കറിയാം ആദ്യ കൗൺസിലറായിരുന്നു. അതിനു മുമ്പ് പഞ്ചായത്ത് അംഗമായ ആളാണ് രാംകുമാർ ഏട്ടൻ. അദ്ദേഹവും ഊർജിതമായ പ്രചരണത്തിൽ തന്നെയാണ് ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാംകുമാർ ഏട്ടൻ എന്ത് പറയുന്നു പ്രചരണമൊക്കെ? വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 5-ാം അംഗമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റേതായ യാതൊരു ബേജാറുകളും കാര്യങ്ങളും നമുക്കില്ല. പാർട്ടി നമ്മളോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഒരാശങ്കയുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഇതിപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ളൊരു വാർഡാണ്. വൈസ് ചെയർപേഴ്സണൊക്കെ ആയ ആളാണ് ഇവിടെ നിലവിലെ കൗൺസിലറായിട്ടുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എത്രത്തോളം പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്? അല്ല, അത് വൈസ് ചെയർപേഴ്സൺ ആയി എന്നുള്ളതൊക്കെ സത്യമാണ്. വലിയ ഉടനെ ജയിച്ചു എന്നുള്ളതും ശരിയാണ്. ആ പാർട്ടി ഇപ്പോൾ ഞാനാണ് അപ്പുറത്ത് സ്ഥാനാർത്ഥി എന്ന് കണ്ടപ്പോൾ തന്നെ CPM സീറ്റിട്ട് ഓടിക്കളയാണ്ടായിരുന്നു. വേറെ ഒരു CPM പൈസയ്ക്ക് കൊടുത്തു പോകും. പേയ്മെൻറ്റ് സീറ്റാണ് ഇത് CPM എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. CPIക്ക് അങ്ങനെ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ ആയിട്ട് 240 വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ CPIക്ക് ബ്രാഞ്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു CPIക്കാരന് മത്സരിക്കാവുന്നതേ ഉള്ളൂ. ഈ സീറ്റ് ഇട്ട് കൊടുക്കുകയും ഒരിക്കലും ജയിക്കാത്തൊരു സീറ്റ് പോയിട്ടാണ് 15-ാം വാർഡ് എടുത്തുകൊണ്ടാണ് ഈ സീറ്റ് അങ്ങോട്ട് കൈമാറിയിട്ടുള്ളത്. ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മളെ വിഷയമല്ല എങ്കിലും കൂടെ അവർ നമ്മൾ സ്ഥാനാർത്ഥിയായതുകൂടെ തന്നെ പകുതി അവർ പേടിച്ച് തോറ്റ് പിന്മാറി എന്നുള്ളതാണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നേരത്തെ പണ്ട് മുതലേ മത്സരിച്ച് വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നാട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉള്ള ആൾ തന്നെയാവും. അതൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 100% അല്ല 50% വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഈ UDFനെ സംബന്ധിച്ചോളം നമുക്കറിയാം. UDF ജയിച്ചു വരുന്ന പല പ്രദേശങ്ങളിലും UDF ശക്തമായ അടിത്തറയോ വേരൊന്നും ഉണ്ടായിട്ടല്ല, വ്യക്തികളിൽ അധിഷ്ഠിതമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സംശയവും കൂടാതെ ഇവിടെ നല്ലൊരു മാർജിനിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 20 വർഷമായി ഞാൻ 20 വർഷം ജനപ്രതിനിധി ആളാണ്. 15 വർഷവും ഞാൻ ഈ പ്രദേശത്ത് തന്നെയാണ്. 5 വർഷം മാത്രമാണ് ടൗണിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 15 വർഷം കൊണ്ട് ഞാനിവിടെ ചെയ്ത് തീർക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വികസനം നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു LP സ്കൂളിന് സ്ഥലം വാങ്ങി കെട്ടിടം കെട്ടിയത് ഞാൻ അംഗമായപ്പോഴാണ്. ഒരു അംഗനവാടിക്ക് സ്ഥലം വാങ്ങി അംഗനവാടി കെട്ടിടം ചെയ്തത് ഞാനാണ്. ഈ റോഡുകളെ പരസ്പരം കൂട്ടിമുട്ടിക്കുകയും അതിലൂടെ കുടിവെള്ള പദ്ധതികളിൽ കൊണ്ട് കരുവത്തുംപാറയിലും കരുമാനാംകുറിശ്ശിയിലും 26-ലും കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതൊക്കെ ഞാനാണ്. അത് ജനങ്ങൾക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രചരണവുമായിട്ട് ഇപ്പോൾ 1-ാം വട്ടവും 2-ാം വട്ടവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതികരണം അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഇറങ്ങിയ മുതൽക്കേ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ
ഈ ഒരു 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായി അവരുടെ ചില കാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അവർ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തായാലും നമുക്കൊപ്പമാണ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വീട്ടിൽ നിന്നുള്ള പ്രതികരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ തവണ വിജയിച്ചു, പക്ഷേ കഴിഞ്ഞ തവണ വാർഡ് നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായി. അപ്പോൾ ഒരു വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണ ജയം. അപ്പോൾ അത് തിരിച്ചു പിടിക്കും, നമുക്ക് കഴിയും, ആ ഭൂരിപക്ഷം മറികടക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും നമ്മുടെ എതിരാളികളുടെ ആത്മവിശ്വാസം 245 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. എന്നെ സംബന്ധിച്ചുള്ള അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നിപ്പോൾ വാർഡിൽ നിലനിൽക്കുന്നത്. അന്ന് 2 വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം ഉണ്ടായി. അതുപോലെ തന്നെ BJPയുടെ വോട്ട് ഒരു 150ഓളം വോട്ട്, ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നു 150ഓളം വോട്ട് CPIയുടെ പിടിച്ചുകൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നത്. വർത്തമാനത്തിൽ മാത്രമേ ആദർശമുള്ളൂ. BJPയുടെ വോട്ട് ഒറ്റയടിക്ക് വാങ്ങുന്നതിലൊന്നും ഒരു ആത്മാർത്ഥത നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് 100% ആ ഭൂരിപക്ഷത്തിനെ വെച്ചിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ആ ഭൂരിപക്ഷം വേറെ, ഈ 5 കൊല്ലത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ വേറെ തന്നെയാണ്. അത് കഴിഞ്ഞ വർഷം നേടിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. ഒരു കാര്യം എനിക്ക് സംശയം ആ കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ CPIക്കാരനെ ഇവിടെ മത്സരിക്കേണ്ടതായിരുന്നു. CPIക്കാർക്ക് മത്സരിക്കാൻ ആളില്ലായിട്ടൊന്നല്ലല്ലോ. വൈസ് ചെയർപേഴ്സണായ ആളെന്നെ മത്സരിക്കാൻ തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊന്നുമില്ലാതെ ഈ സീറ്റ് ഇട്ട് ഓടുകയാണ് CPI ചെയ്തിട്ടുള്ളത്. അത് 100% നമ്മളിവിടെ സ്ഥാനാർത്ഥിയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ 50% ആ സമയത്ത് തന്നെ നമ്മൾ വിജയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ഈ വാർഡിലെ സംബന്ധിച്ചിട്ട്? ഇതിപ്പോൾ ഒരു ഗ്രാമീണ മേഖലയാണ്, കർഷകരുണ്ട്, അങ്ങനെ അടിസ്ഥാന വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് അടുത്തെത്തി നിൽക്കുമ്പോൾ. ജനങ്ങൾ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ജനങ്ങളെടുത്ത് ചെന്ന് സംസാരിക്കുന്നത്? ജനങ്ങളോട് ഞാൻ പറയുന്നത്, ആദ്യം പറയുന്ന ഒറ്റ കാര്യം, ഞാൻ ഒപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. അല്ല അത് ഇതിനപ്പുറമാണ് മറ്റു കാര്യങ്ങൾ. പലരും പല ആവശ്യങ്ങളായിട്ട് നമ്മളെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസം ഈ വരുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം 24 പരം PMAY വീടുകൾ ഈ വാർഡിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ ഈ കാർഷിക മേഖലയിൽ പശുക്കിടാങ്ങളെ പോത്ത് അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ട് 5 കൊല്ലം കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം പാവക യാതൊരു കാര്യങ്ങളും നമുക്ക് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 5 വർഷം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോൾ ഞാനും പുതിയ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ 2ാം വട്ടം ഇവിടെ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വാർഡിൽ മത്സരിക്കുന്ന ഒരു യുവ നേതാവും DYFIയുടെ ഒക്കെ പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ്. മത്സരം ബാധിക്കും? പ്രായം കമ്മിയായതിൻ്റെ ഭാഗമായിട്ടൊന്നും മത്സരം ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഞാനിവിടെ ആദ്യം പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ എനിക്ക് പ്രായം 33ആണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രായമായിട്ട് അതിൻ്റെ അനുഭവ സമ്പത്തോട് കൂടി തന്നെയാണ്. അപ്പോൾ അവിടെ ഗുസ്തി പിടിക്കാനും ഇതിനൊന്നല്ലോ നമ്മൾ പോകണം. അനുഭവ സമ്പത്തൊരു പ്ലസ് തന്നെയാണല്ലോ. അതിലൊന്നും നമുക്കൊരു ആശങ്കയില്ല. നമ്മുടെ നേരത്തെയുള്ള അനുഭവ പരിചയവും ആളുകൾക്കിടയിലുള്ള പ്രാവീണ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആളുകൾ വോട്ട് ചെയ്യാന്ന് പറയും. തീർച്ചയായിട്ടും അത് സംശയമില്ലല്ലോ. നമ്മളൊരു ആൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പഞ്ചായത്തിൽ ഇപ്പോൾ 100% വ്യക്തിപരം തന്നെയാണല്ലോ. നമ്മൾ ഏതൊരു വീട്ടിൽ പോയാലും പേര് വിളിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ എനിക്ക് അവരായിട്ട് പരിചയമുണ്ട്. ഏത് വീട്ടിൽ അടുക്കള വരെ ചെല്ലാനുള്ള പരിചയം എനിക്കുണ്ട്. അവർക്ക് ഞാനൊരു വായനശാല സെക്രട്ടറി ആയിട്ടാണ് പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ആ പ്രദേശത്തൊക്കെ നമ്മളെ പ്രദേശത്ത് നമ്മളെ വാർഡുകൾക്ക് ഏതൊരു വീട്ടിലൊരു ആവശ്യം വന്നാലും നമ്മൾ വിളിക്കുന്നു, നമ്മൾ ചെല്ലുന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അല്ലാണ്ട് നമ്മളൊരു സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച ആളല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു. അതിനനുസരിച്ച് മെമ്പർ ആകുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഏത് വിഷയങ്ങളിലും ഞാൻ ഇടപെട്ട് ചെയ്യാറുണ്ട്. കൗൺസിലർ ആയി എന്ന് മാത്രമല്ല, നേരത്തെ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം വഹിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ UDFൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെർപ്പുളശ്ശേരിയിൽ നേതൃത്വം നൽകുന്ന ആൾ കൂടിയാണ് താങ്കൾ. ആ നിലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ UDFൻ്റെ ഒരു തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ഉണ്ടാവും? 100%. എന്താ വെച്ചാൽ ഞങ്ങൾ UDFൻ്റെ പാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും.
20+ സീറ്റുകളാണ് ഈ പ്രാവശ്യം UDF ജയിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് വേണമെങ്കിൽ ജയിക്കുന്ന സീറ്റുകൾ പറഞ്ഞു തരപ്പോൾ എനിക്ക് കഴിയും. 26 സീറ്റ് അല്ല പറയില്ല, ഇപ്പോൾ ചാനലൊന്നും പറയില്ല, ഞാൻ പേഴ്സണലായിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും. വെറുതെ എന്തെങ്കിലും പറയല്ല. 26 സീറ്റ് ജയിക്കുന്നതാണ് എതിർകക്ഷിയൊക്കെ പറയുന്നത്. നിങ്ങൾ അവരോട് സ്വകാര്യമായിട്ട് ഒരു 26 സീറ്റ് അവർ ജയിക്കുന്ന സീറ്റ് നിങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും. ഇത്രയും ആത്മവിശ്വാസത്തിൽ സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ 5 കൊല്ലത്തെ UDFൻ്റെ 5 കൊല്ലത്തെ ഭരണവും LDFൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണവും ജനങ്ങൾ വിലയിരുത്തും. ഒരു തർക്കമില്ല. ഞങ്ങൾ വളരെ സുതാര്യമായി ഭരണങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒരു കാര്യം നമ്മളൊരു 5 ലക്ഷം രൂപ ഒരു വാർഡിൽ ഓരോ വാർഡിലേക്കും റോഡ് വികസനത്തിന് കൊടുക്കുമ്പോൾ UDF ചെയർപേഴ്സണും 5 ലക്ഷം, പാരാമതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എനിക്കും 5 ലക്ഷം, അപ്പുറത്ത് നിന്ന കൗൺസിലർക്കും 5 ലക്ഷമാണ്. ഇപ്പോൾ ഈ 5 വർഷം അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. 25 ലക്ഷം രൂപയ്ക്ക് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നൊരു പദ്ധതിയുണ്ട്. ഒരു കഷ്ണം പോലും ഒരു UDFൻ്റെ വാർഡിലില്ല. ഇപ്പോൾ അതാ 9-ാം വാർഡിലൊക്കെ നടന്ന് ലൈറ്റ് ഇടാണ്. UDFൻ്റെ വാർഡിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. ഇവർ നടന്ന് ലൈറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അവർ വാർഡുകളിൽ മാത്രം. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി കൂടെ നടന്നിട്ടാണ് ഇടുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവൊക്കെ ചെയ്യാം, പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ആ കുടുംബങ്ങളെ നമുക്ക് എതിരാക്കാനുള്ള നീക്കം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും നാളെ ഞാൻ മെമ്പറായി ആ പോസ്റ്റുമ്പിൽ ഞാൻ ലൈറ്റ് ഇടേണ്ട പണിയില്ലല്ലോ, വോട്ട് പോയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളതിൽ ഇടപെടുക. ആ ലൈറ്റ് കൊണ്ട് ആ വോട്ട് പോവില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനങ്ങളൊക്കെ കൃത്യമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം നമ്മളിതിങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കണമെന്നല്ലാണ്ട് ജനങ്ങളൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇപ്പോൾ ഇന്നാണ് UDFൻ്റെ ഒരു പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കുകയുണ്ടായി. പ്രകടന പത്രികയിൽ ചില അടിസ്ഥാന വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. കർഷകർക്കും അടിസ്ഥാന വിഭാഗങ്ങൾക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് UDFൻ്റെ പ്രകടന പത്രികയാണ് കണ്ടത്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? അതിൻ്റെ കൺവീനർ കൂടിയാണ് ഞാൻ. അത് കോർഡിനേറ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കിയ ഒരാൾ ഞാൻ തന്നെയാണ്. എന്താ വെച്ചാൽ പാർട്ടി ആയാലും മുന്നണിയായാലും എന്നെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ, ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്നെ ചുമതല ഏൽപ്പിച്ചു. ഞാനത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവും അതിലില്ല. 100% ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ വീട്ടിലും അത് അടിച്ചു കൊടുക്കാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ്. സാധാരണ പ്രകടന പത്രിക ഒന്നും വീടാന്തരം കൊടുക്കാറില്ല, ഇല്ലല്ലോ. 10-50 കോപ്പി അടിച്ചൊരു അവിടെ ഇവിടെ വായിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. ഇത് എല്ലാ വീട്ടിലും അത് കൊടുക്കുന്ന സ്ക്വാഡാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. 100% അത് ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾ. പഞ്ചായത്തായിരിക്കുമ്പോൾ നമുക്ക് കേവലം 8 കോടി രൂപയോളം ആണ് ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും എല്ലാം കൂടി വന്നതെങ്കിൽ ഇപ്പോൾ 18 കോടി രൂപയാണ്. ഞങ്ങൾ ചെയ്തതിൻ്റെ ഒരു 3 മടങ്ങ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അത് കൃത്യമായി വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ പ്രകടന പത്രിക ഈ രൂപത്തിൽ ഇറക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ വികസന പ്രവർത്തനങ്ങളും മറ്റും കാര്യങ്ങളിലും ഊന്നിയൊക്കെയാണ് അവർ പ്രചരണവുമായി ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തുണയാകും എന്ന് കരുതുന്നു? ഇല്ല. എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസനം എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം. അവർ പറയുന്ന 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ പെൻഷൻ 2000 ആക്കി എന്നുള്ളതാണ്. അത് ഈ അവസാനം ഈ മാസത്തിലാണ് ആ പെൻഷൻ 2000 ആയി. ശരി കാണാം. 2000 രൂപയാക്കുന്നത് ഇപ്പോൾ ഈ ഇറങ്ങിപ്പോരുന്ന സമയത്താണ്. അതിലും വലിയൊരു തട്ടിപ്പ് അവർ നടത്തുന്നത് സ്ത്രീ സുരക്ഷയുടെ പേരിൽ 1000 രൂപ 25-നും 60-നും മധ്യയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫോം വീടാന്തരം കൊടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സർക്കാർ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഇങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നാണം കെട്ടി നടക്കുകയാണ്. എന്നിട്ടും ചില വിവരം അറിയാത്ത ആൾക്കാരിലൊക്കെ ഇത് കൊണ്ടേ കൊടുക്കലും എഴുതി വാങ്ങലൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് കൃത്യമായി നുണയാണെന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയാവുന്ന രീതിയിലേക്കുള്ള പ്രചരണം ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. കോൺഗ്രസ്സിലിപ്പോൾ വലിയ വിവാദങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ? അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമാണെന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയാം. ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് 10 രാഹുൽ മാങ്കൂട്ടങ്ങളെയൊക്കെ തോളിൽ കയറ്റും കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ചാനൽ കാണുന്നോ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ? ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര രാഹുൽ മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ചാൽ മതി. അപ്പോൾ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ആളുകൾ ശരിക്കും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വാർഡിൽ നടക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംശയമില്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ കൗൺസിലറായിരുന്നത്തെ 5 വർഷവും കഴിഞ്ഞ ഭരണസമിതിയിൽ 5 വർഷവും ജനങ്ങൾ താരതമ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരാൾക്ക് പോലും പുതിയൊരു വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 600-ൽ പരം വീട് കൊടുത്ത് 24 വീട്
ഈ വാർഡിൽ കൊടുത്തപ്പോൾ ഒരാൾക്കൊരു വീട് കൊടുത്തിട്ടില്ല ഈ ഒരു 5 വർഷം കൊണ്ട്. പിന്നെ അത് ആൾക്കാരത് വിലയിരുത്തുമല്ലോ. വീടിന് ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ട്, ഒരാൾക്ക് പോലും ഒരു വീട് കയറ്റത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണാം. അത് നമ്മുടെ കാലത്ത് ലീസ്റ്റ് കയറ്റിയ ഒരാൾക്ക് നടപ്പാക്കിയത് ഇവർ വന്നിട്ടാണെന്നല്ലാണ്ട് ഒരാൾക്കൊരു പുതിയ ആൾക്കൊരു വീട് കൊടുത്തു എന്ന് ഇവർ പറയട്ടെ. അല്ലെങ്കിൽ ഇത്ര വീട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ആൾക്കാർ, ഞാൻ എൻ്റെ വാർഡിൽ 24 ആളുടെ ലീസ്റ്റ് ഞാൻ തരും, ഇവർ ഒരാളുടെ പേര് തരട്ടെ എന്ന്. ഇന്നൊരാൾക്ക് വീട് കൊടുത്തു എന്ന് പറയട്ടെ, പരസ്യമായിട്ട് പറയട്ടെ. അത് പറയണല്ലോ, ഇത്ര എണ്ണം കൊടുത്തു എന്ന് ഇവിടുത്തെ കൊട്ടക്കണക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആളുകളുടെ പേര് പറയാം, ഇവരൊന്നും അത് പറയട്ടെ. വ്യത്യാസം തന്നെയല്ലേ. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 100% ഒരു സംശയം നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഞാനൊരു വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടല്ല വോട്ട് ചോദിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. എൻ്റെ ഫ്ലെക്സ് ബോർഡും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ജനങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് മാത്രമാണ് ചെയ്തത്. ഇന്ന കാര്യം ചെയ്യാമെന്ന് ഞാൻ പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ അപ്പുറത്തും പുറത്തുള്ള ആൾക്കാരെ കൂട്ടി സ്കോഡ് വലുതാക്കാനാണ് ഞാൻ ഇതൊക്കെ തന്നെ എൻ്റെ സ്കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ട്. സ്കോഡിലല്ല നമ്മൾ പ്രവർത്തനം അല്ല. ഇന്നലെ ഇപ്പോൾ ചിലർക്കൊക്കെ സ്കോഡ് ഉണ്ട്. ഇന്നലെ വേറെ ഇതിൽ 10-30 ആളെ കൂട്ടി നടക്കണം. ഒരാൾ 4-5 ആളാണ് ഈ വാർഡിനെ. അവിടുന്ന് ഇവിടുന്നൊക്കെ ആളെ കൂട്ടി സ്കോഡ് ഉണ്ടാക്കാൻ ഇതിനേക്കാളും നമുക്ക് കഴിയും. മനസ്സിലായിട്ടുണ്ട്. ഹരിതസേനക്കാരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക, ആ ജാതിയിലൊന്നും സ്കോഡ് കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിൽ തട്ടി ഇതിന് ഇറങ്ങുന്നവരെ മാത്രമേ നമ്മൾ കൊണ്ടു നടക്കാറുള്ളൂ. ഈ മേഖലയിൽ വരുമ്പോൾ ഈ മേഖലയിലുള്ളവരെ വിളിക്കും. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ അവിടെയുള്ളവരെ വിളിക്കും. കരവത്തുംപാറ മേഖലയിൽ പോയാൽ അവിടെയുള്ള പ്രധാന പ്രവർത്തകരെ വിളിക്കും. ആൾ അറിവും പരിചയമില്ലാത്തവരെ നമ്മൾ കൂട്ടി നടന്നൊരു കാര്യമില്ലല്ലോ. നമ്മളെ അതാത് മേഖലയിൽ വരുമ്പോൾ അതാത് മേഖലയിലെ പരിചയസമ്പന്നരെ കൂട്ടി നടക്കുക. ഇന്നല്ല എന്നും നമ്മുടെ ഒരു രീതി അതാണ്. ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇവിടുന്ന് 10 ആളെ കൊണ്ടുവരാൻ കിട്ടാനിട്ടല്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ളവരെ വിളിക്കും, അവിടെ പോകുമ്പോൾ അവിടെയുള്ളവരെ വിളിക്കും. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ രീതി അതാണ്. അപ്പോൾ എന്തായാലും കരുമാനാംകുറിശി 9-ാം വാർഡ് ചെർപ്പളശ്ശേരി നഗരസഭയിലെ 9-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി പി രാംകുമാറാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം UDFൻ്റെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. നേരത്തെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. 9-ാം വാർഡ് തീർച്ചയായും ഇത്തവണ UDFനൊപ്പം നിൽക്കും. വലിയ ഭൂരിപക്ഷം മറികടന്ന് വലിയ വിജയം അദ്ദേഹം നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രചരണവുമായി വീടുകൾ കയറിയിറങ്ങുന്നത്, മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. താങ്ക് യു. സന്തോഷം. കാണാം. 13 ഓ